വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅ്തു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വനജ്ജയ്നാഹു വലൂതൻ ഇലൽ അർളില്ലതി ബാറക്നാ ഫീഹാ ലിൽ ആലമീൻ. വവഹബ്നാ ലഹു ഇസ്ഹാഖ വയഅഖൂബ നാഫിലഹ വകുല്ലൻ ജഅൽനാ സ്വാലിഹീൻ വജഅൽനാഹും അഇമ്മതൻ യഹ്ദൂന ബിഅംരിനാ വഔഹൈനാ ഇലൈഹിം فعل الخيرات وإقام الصلاة وإيتاء الزكاة وكانوا لنا عابدين. ولوطا آتيناه حكما وعلما ونجيناه من القرية التي كانت تعمل الخبائث إنهم كانوا قوم سوء فاسقين. وأدخلناه في رحمتنا إنه من الصالحين. ونوحا إذ نادى من قبل فاستجبنا له فنجيناه وأهله من الكرب العظيم. ونصرناه من القوم الذين كذبوا بآياتنا إنهم كانوا قوم سوء فأغرقناهم أجمعين. സദഖല്ലാഹുൽ അലിയുൽ അദീം. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മയൊക്കെ പടച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന പ്രപഞ്ചമഖിലവും നമുക്ക് സൗകര്യപ്രദമായ വിധത്തിൽ പാകപ്പെടുത്തി കീഴ്പ്പെടുത്തി തന്ന റബ്ബുൽ ആലമീനായ കാരുണ്യവാനായ അല്ലാഹു അവൻ്റെ വിശുദ്ധമായ വാക്യങ്ങൾ
ശരിയായ വിധത്തിൽ മനസ്സിലാക്കുവാനും പടച്ചറബിൻ്റെ കൽപ്പനകൾക്ക് അനുസൃതമായി അവൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടെ ജീവിക്കുവാനും നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാവട്ടെ. റഹ്മാനായ റബ്ബേ, നിൻ്റെ വിശുദ്ധമായ വാക്യങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും വേണ്ടി ഞങ്ങൾ നടത്തുന്ന ഈ അധ്വാന പരിശ്രമങ്ങളെ നീ സ്വീകരിക്കണമേ നാഥ. ഇതിനുവേണ്ടി പല രൂപത്തിൽ പരിശ്രമങ്ങൾ നടത്തുന്ന, സാമ്പത്തികമായും ശാരീരികമായും വൈജ്ഞാനികമായും സാങ്കേതികമായും ഒക്കെ തന്നെ ഈ ഒരു സംരംഭത്തെ വിജയിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മുഴുവൻ സഹോദരങ്ങളുടെയും പരിശ്രമങ്ങൾ നീ അർഹമായ പ്രതിഫലം നൽകി സ്വീകരിക്കണമേ നാഥ. പടച്ചറബേ, വിശുദ്ധവാക്യങ്ങൾ പഠിക്കുവാൻ വേണ്ടി ഇവിടെ ഒത്തുചേർന്നിരിക്കുന്ന ഈ സദസ്സിനെ നീ പ്രത്യേകമായി അനുഗ്രഹിക്കണമേ റബ്ബേ. അൽഹംദുലില്ലാ, സൂറ അൽ-അംബിയായിലെ 70 വരെയുള്ള ആയത്തുകളാണ് നേരത്തെ പഠന വിധേയമാക്കിയത്. ഈ സൂറത്തിൻ്റെ പേര് തന്നെ അൽ അംബിയാ എന്നാണ്. പ്രവാചകന്മാരാണ്, നബിമാരാണ്. നബിമാരിൽ ചില ആളുകളെ, ചില പ്രവാചകന്മാരെ ഇവിടെ പരാമർശിക്കുന്നുണ്ട്. അങ്ങനെ നബിമാരെ സംബന്ധിച്ച് പരാമർശിക്കുന്ന ഭാഗത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയെ സംബന്ധിച്ചും ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാമയെ സംബന്ധിച്ചും പരാമർശം വന്നിട്ടുണ്ട്. അത് ചെറിയൊരു പരാമർശം മാത്രമാണെങ്കിൽ തുടർന്ന് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ സംബന്ധിച്ച് അല്പം ദീർഘമായി തന്നെ പരാമർശിക്കുകയുണ്ടായി. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ പല രൂപത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ഈ സൂറത്തിൽ ഇവിടെ പരാമർശിച്ചത് അദ്ദേഹം ഏകദൈവ വിശ്വാസം സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട്, തൗഹീദ് സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട്, പടച്ചറബിനെ അല്ലാതെ ഈ ആളുകൾ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, പൂജിച്ചു കൊണ്ടിരിക്കുന്ന മറ്റ് ദൈവങ്ങളുടെ നിസ്സഹായത ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്, അവരുടെ ബുദ്ധിപരമായ ഒന്ന് ഉണർത്താൻ വേണ്ടിയിട്ട്, മനസ്സിനെ ഉണർത്താൻ വേണ്ടിയിട്ട് നടത്തിയ കാര്യങ്ങളാണ് ഇവിടെ പരാമർശിച്ചിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിനുശേഷം ആ പ്രഭാഷണം അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്ന ആയത്തുകളും, അതുപോലെ തന്നെ പിന്നീട് ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമയെ സംബന്ധിച്ചും നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയെ സംബന്ധിച്ചുള്ള പരാമർശങ്ങളാണ് ഈ ഭാഗത്ത് വരുന്നത്. പടച്ചറബ് അവൻ്റെ വിശുദ്ധമായ വാക്യങ്ങൾ ശരിയായ വിധത്തിൽ മനസ്സിലാക്കി അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുഅ്മിനുകളായി മുത്തഖികളായി ജീവിക്കുവാൻ നമ്മയൊക്കെ തുണക്കുമാറാവട്ടെ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമ അദ്ദേഹം തൻ്റെ ഈ കാര്യം ബോധ്യപ്പെടുത്താൻ വേണ്ടി, തൗഹീദ് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ വലിയ വിഗ്രഹത്തെ നിർത്തിയിട്ട് ബാക്കി എല്ലാത്തിനെയും നശിപ്പിച്ച് കളഞ്ഞപ്പോൾ അവരുടെ മനസ്സിലൊരു ചോദ്യം ഉയർത്താൻ വേണ്ടിയിട്ടാണ്, ബുദ്ധിയോട് സംവദിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ വിഗ്രഹങ്ങളെ തച്ചടച്ചിട്ട് വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും, അങ്ങനെയല്ല. ഇവരുടെ വിചാരത്തെ ഉണർത്തണം. വിഗ്രഹം തന്നെ ഉടക്കപ്പെടുമ്പോൾ അതിന് യാതൊരു തരത്തിലും പ്രതികരണം അല്ലെങ്കിൽ പ്രതിരോധം തീർക്കാൻ കഴിയാത്ത ദൈവങ്ങൾക്ക് ഇവരെന്താ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുക? ആരാണ് ദൈവത്തെ തകർത്തതെന്ന് ദൈവത്തിന് തന്നെ അറിയുന്നില്ല. നിങ്ങൾ ചോദിച്ചു നോക്ക് അവരോട്, നിങ്ങൾ കണ്ടില്ല വലിയ ദൈവം അവിടെ ഉണ്ടല്ലോ, ചോദിച്ചു നോക്ക് എന്ന് പറയുന്നുണ്ട് അവിടെ. അപ്പോഴാണ് ഞങ്ങൾ എങ്ങനെ ചോദിക്കും, സംസാരിക്കാൻ ഇവർക്ക് കഴിയില്ലെന്ന് എനിക്കറിയില്ല എന്ന് ഇവരിങ്ങോട്ട് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, സംസാരിക്കാത്ത, പ്രതികരിക്കാത്ത, നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽപ്പെട്ട ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത ഇവയെയാണോ നിങ്ങൾ പൂജിക്കുന്നത് എന്ന് ബുദ്ധിപരമായിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും അവർ അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല. അതിശക്തമായ പക്ഷപാതം പിടിപെട്ട, അല്ലെങ്കിൽ അന്ധമായ വിരോധം, പ്രവാചകനോടുള്ള വിരോധം പിടിപെട്ട് വലിയ പക്ഷപാതിത്വത്തിൽ അകപ്പെട്ട അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇബ്രാഹീമിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. യുക്തിപരമായിട്ട് ബുദ്ധിപരമായിട്ട് അവർ പരാജയപ്പെട്ടിരിക്കുന്നു. പക്ഷേ അവർക്കറിയാം ഇവയല്ല യഥാർത്ഥത്തിൽ ദൈവമെന്ന്. എന്നിട്ടും അവർ ഈ പ്രവാചകനെതിൽ തിരിഞ്ഞതായിട്ട് കാണാൻ കഴിയും. എന്ന് മാത്രമല്ല, പ്രവാചകനെ ചുട്ടരിക്കുക, അവരുടെ ആഹ്വാനം അതായിരുന്നു, ഹർരിഖൂഹു വൻസുറു ആലിഹതഹും. അവർ പറഞ്ഞു, ഖാലു ഹർരിഖൂഹു വൻസുറു ആലിഹതകും ഇൻ കുൻതും ഫാഇലീൻ.
ഈ ദൈവത്തിൽ വിശ്വസിക്കുക, ഇബ്രാഹിം പറഞ്ഞാണ് സത്യം എന്നല്ല അവർ പറഞ്ഞത്. നിങ്ങൾ ഇബ്രാഹീമിനെ ചുട്ടുകളയുക, നശിപ്പിച്ച് കളയുക, ഇല്ലാതെ ആക്കുക, അതോടുകൂടെ തീരും എന്നാണ് അവർ വിചാരിച്ചത്. മാത്രമല്ല വൻസുറു ആലിഹത്തകും, നിങ്ങളുടെ ദൈവങ്ങളെ നിങ്ങൾ സഹായിക്കൂ എന്നാണ് പറയുന്നത്. ദൈവത്തിന് ഒരു മനുഷ്യൻ്റെയും ഒരു ശക്തിയുടെയും സഹായം ആവശ്യമില്ലാത്തവനാണ് ദൈവം. അതാണ് ഇബ്രാഹിം നബി പരിചയപ്പെടുന്ന ദൈവം, അതാണ് അള്ളാഹു. ഒരാളുടെയും ആവശ്യമില്ല സഹായം. അള്ളാഹുവിൻ്റെ സഹായം ഇല്ലാതെ ഒരാൾക്കും ജീവിക്കാനും കഴിയില്ല. ഒരു ജീവിക്കും ഒരു അര നിമിഷാർദ്ധം പോലും ജീവിക്കാൻ കഴിയില്ല പടച്ചറബിന് സഹായം ഇല്ലാതെ. പക്ഷേ ഇവരുടെ ദൈവങ്ങളോട് ഇവർ പറയുകയാണ്, ദൈവങ്ങൾ വൻസുറു ആലിഹത്ത്, നിങ്ങൾ സഹായിക്കുക നിങ്ങളുടെ ദൈവങ്ങളെ. എന്നിട്ട് അങ്ങനെ പറഞ്ഞു. അങ്ങനെ അറാദു ഖാലു ഹർരിഖൂഹു വൻസുറു ആലിഹത്തക്കും ഇൻ കുൻതും ഫാഇലീൻ ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അല ഇബ്രാഹിം. തുടർന്ന് അദ്ദേഹത്തെ ചുട്ടരിക്കാൻ വേണ്ടിയിട്ട് വമ്പിച്ച അഗ്നികുണ്ഡമുണ്ടാക്കി അതിലെറിയുകയും, അങ്ങനെ ചുട്ടരിക്കാൻ വേണ്ടി ഇവർ തീരുമാനിച്ച ഉറച്ച അള്ളാഹു എങ്ങനെയാണ് ഈ പ്രവാചകനെ, ഈ സത്യത്തിൻ്റെ നേതാവിനെ രക്ഷപ്പെടുത്തിയത് എന്നാണ് അവിടെ പഠിപ്പിച്ചു കൊടുത്തത്. യാനാർ കൂനി ബർദൻ വസലാമൻ അല ഇബ്രാഹിം. നിങ്ങൾ വിചാരിക്കുന്നത് തീ ചുട്ടരിക്കുക എന്നുള്ളത് ആണല്ലോ അതിൻ്റെ ഗുണം, അങ്ങനെ തന്നെ കഴിയുന്നല്ലേ വിചാരിച്ചത്. പക്ഷെ അതൊക്കെ ആ തീക്ക് കരിച്ച് കളയുക എന്നുള്ള ഗുണം നൽകിയത് ആരാ? പടച്ചവനാണ്. ആ പടച്ചവൻ തന്നെ പറയുകയാണ് തീയോട്, ഇപ്പോൾ ഇബ്രാഹീമിൻ്റെ മേലിൽ നീ അതെടുക്കണ്ട, നിൻ്റെ ഗുണം അവിടെ വെച്ചിട്ട് തൽക്കാലം തണുപ്പായിട്ട് മാറുക, നല്ല രക്ഷയായിട്ട് മാറുക, ശാന്തിയായിട്ട് മാറുക. അതിശക്തമായ തണുപ്പല്ല, ഇബ്രാഹിമിനൊരു നല്ല എഫക്റ്റ്, നല്ല ഫീലിംഗ് കൊടുക്കുക. കരിച്ച് കളയരുത്, അള്ളാഹു പറയാ തീയോട്. അതാണ് പടച്ചവൻ. ഏത് ഘട്ടത്തിലും സത്യത്തിൻ്റെ ഭാഗത്ത് അതിനെ വിജയിപ്പിക്കുക എന്നുള്ളത് അള്ളാഹു തയ്യാറായിരിക്കും. പക്ഷേ ചില ഘട്ടങ്ങളോട് നമ്മൾ കടന്നു പോകണം. ഇബ്രാഹിം നബിക്ക് വേണമെങ്കിൽ അവിടെ രക്ഷപ്പെടാമായിരുന്നല്ലോ. ദയവായിട്ട് എന്നെ തീയിലേക്ക് ഇടരുത്, നിങ്ങൾ പറഞ്ഞനുസരിച്ച് ജീവിച്ചോളാം. നമ്മൾ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ലോകത്തുള്ള ആൾക്കാരാണ്. പലതരത്തിൽപ്പെട്ട പ്രതിസന്ധികൾ വരുന്ന സമയത്ത് വേണമെങ്കിൽ എന്നെ അഗ്നിയിലേക്ക് എറിയരുത്, നിങ്ങൾ പറഞ്ഞനുസരിച്ച് ജീവിക്കാമെന്ന് പറയാലോ, ഒരു പ്രശ്നവുമില്ല. പക്ഷേ അഗ്നിയിലിട്ടാൽ അത് തണുപ്പാന്ന് ഒരിക്കലും ഒരാൾക്കും പറയാൻ കഴിയില്ല. ഇബ്രാഹിം നബി പോലും വിശ്വസിക്കുന്നില്ല അങ്ങനെ. പക്ഷേ ധീരമായിട്ട് പറയുക, അദ്ദേഹം പറഞ്ഞു ഹസ്ബി അല്ലാഹ് വ നിഅമൽ വക്കീൽ. അഗ്നി കണ്ടപ്പോൾ പറഞ്ഞു എനിക്കെൻ്റെ റബ്ബ് മതി, അവൻ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്, പിടിച്ചെറിയാണ്. അപ്പോൾ അഗ്നി തണുപ്പായി മാറണമെങ്കിൽ ചില പ്രൊസീജിയർ ഉണ്ട്, അതിന് മുമ്പ് ചില ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോവേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ സത്യത്തിൻ്റെ ഭാഗത്ത് പടച്ചറബ് എന്നും ഉണ്ടാവുമെന്നാണ് അവിടെ പറഞ്ഞത്. അറാദു ബിഹി കൈദൻ ഫജഅൽനാഹുമുൽ അഖ്സരീൻ. അങ്ങനെ അവരദ്ദേഹത്തെ ചതിയിൽപ്പെടുത്താൻ അല്ലെങ്കിൽ കൊന്നുകളയാൻ, അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ വേണ്ടി അവരുദ്ദേശിച്ചു. പക്ഷേ അള്ളാഹു അവരെയാണ് അൽ അഖ്സരീൻ, ഏറ്റവും നീചരായിട്ട് നഷ്ടകാരികളായിട്ട് മാറ്റി എന്ന് അള്ളാഹു പറഞ്ഞു. അതിനുശേഷമുള്ള ആയത്തുകളാണ് പിന്നീട് ഇബ്രാഹിം നബിക്ക് എന്താണ് അള്ളാഹു കൊടുത്ത സമ്മാനങ്ങൾ ഈ ദുനിയാവിൽ നിന്ന്, തീയിൽ നിന്ന് രക്ഷപ്പെട്ട അദ്ദേഹത്തെ എന്തു ചെയ്തു എന്ന് കൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വനജ്ജയ്നാഹു വലൂതൻ ഇലൽ അർളില്ലതി ബാറക്നാ ഫീഹാ ലിൽ ആലമീൻ. വനജ്ജയ്നാഹു, നജ്ജ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്തുക. നജ്ജയ്നാഹു, നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി, ഇബ്രാഹിമിനെ. വലൂത്വൻ, കൂടെ ഒരാളെയും കൂടി പറയും ലൂത്ത്. ലൂത്തിനെ അഗ്നിയിലേക്ക് എറിഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ സമൂഹത്തിൽ നിന്ന് എവിടെ നോക്ക്, ഇലൽ അർളില്ലതി ബാറക്നാ ഫീഹാ ലിൽ ആലമീൻ. എവിടേക്കാണ് കൊണ്ടുപോയത്? രക്ഷപ്പെടുത്തി. എങ്ങോട്ട് കൊണ്ടുപോയി? ഇലൽ അർൾ, ഒരു നാട്ടിലേക്ക്, ഒരു പ്രദേശത്തേക്ക്. ഏതാ പ്രദേശം? അല്ലത്തി ബാറക്നാ ഫീഹാ ലിൽ ആലമീൻ. അല്ലത്തി ബാറക്ന, ബാറക്ക എന്ന് പറഞ്ഞാൽ അനുഗ്രഹം ചെയ്തു, സമൃദ്ധി നൽകി. അല്ലത്തി ബാറക്ന ഫീഹ, ആ നാടിന് നാം സമൃദ്ധി നൽകിയിരിക്കുന്നു, അഭിവൃദ്ധി നൽകിയിട്ടുണ്ട്, ഐശ്വര്യം ചെയ്യുന്നുണ്ട്. ലിൽ ആലമീൻ, ലോകർക്ക് വേണ്ടിയിട്ട്. അങ്ങനെയുള്ളൊരു നാട്ടിലേക്ക് അദ്ദേഹത്തെയും ലൂത്തിനെയും നാം രക്ഷപ്പെടുത്തി. ഇബ്രാഹിം നബിയാണ് അഗ്നിയിൽ എറിയപ്പെട്ടത്, അദ്ദേഹത്തെ അഗ്നിയിൽ രക്ഷപ്പെടുത്തി. എന്നിട്ട് നാട്ടിൽ തന്നെ നിർത്തുകയല്ല, അവിടെ നിന്ന് അദ്ദേഹത്തെ കൊണ്ടുപോവുകയാണ്. എവിടെ നിന്ന് അഗ്നിയിൽ എറിയപ്പെട്ട നാടേതാ? ഇറാഖാണ്, ബാബിലോണിയയിലാണ്, ഊർ. പക്ഷേ അവിടെ നിന്ന് ആ നാട്ടിൽ ഇനി രക്ഷയില്ല. എന്ത് പറഞ്ഞിട്ടും അവർ വിശ്വസിക്കാൻ സന്നദ്ധരല്ല.
അതുകൊണ്ട് പുതിയ സ്ഥലത്തേക്ക് എങ്ങനെ മക്കയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് പോയതുപോലെ ഇതിടെ ഇതാ ഒരു ഹിജ്റ നടക്കുകയാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ കൂടെ ഒരാൾ കൂടിയുണ്ട്, ഒറ്റയാൾ. ഇവരെ പ്രബോധനം ചെയ്തിട്ട് ഒറ്റയ്ക്കുള്ള ഒരു മനുഷ്യൻ്റെ പ്രബോധനമാണ് ആ ലോകത്തിൻ്റെ ആ നാടിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഭരണാധികാരിയെ പോലും ഞെട്ടിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വസിക്കാൻ ഒരാൾ മാത്രം, അത് ലൂത്ത് ആണ്. ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയുന്നത് ഇബ്രാഹിമിൻ്റെ ബന്ധുവാണ്. എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സഹോദരൻ്റെ പുത്രനാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ പേര് ഹാറാൻ എന്നായിരുന്നു. രണ്ടുപേരെയും അള്ളാഹു എന്ത് ചെയ്തു? നജ്ജൈനാഹു വലൂത്തൻ ഇലൽ അർള് അല്ലത്തി ബാറക്നാ ഫിഹ. ഒരു നാടിനെ പറ്റിയാണ് പറഞ്ഞത്, നാടിൻ്റെ പേരല്ല പറഞ്ഞത്. ആ നാടിനെ നാം സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള നാട്ടിലേക്ക് കൊണ്ടുപോയി. ലിൽ ആലമീൻ, ലോകർക്ക് വേണ്ടിയിട്ട് നാം അനുഗ്രഹിച്ച ആ നാട്ടിലേക്ക് അദ്ദേഹത്തെയും ലൂത്തിനെയും നാം രക്ഷപ്പെടുത്തി. ഏതാ ആ നാട്? ആ നാടിനെ സംബന്ധിച്ചാണ് ഷാം എന്ന് പറയുന്നത്, ബിലാദു ഷാം. ഇപ്പോൾ നമുക്കറിയാം, വളരെ പ്രസിദ്ധമായിട്ട് ഷാം ഏതാ നമുക്കറിയാം. എന്നുവെച്ചാൽ ഹൈഅത്തു തഹ്രീറു ഷാം എന്നൊക്കെ പറഞ്ഞ പുതിയ സംഘമൊക്കെ വന്നിട്ട് അവിടെയാണ് വലിയ പ്രശ്നങ്ങൾ നടക്കുന്നത്. സിറിയ, ആ നാടിനെ സംബന്ധിച്ചാണ് പറയുന്നത്. സിറിയയും അതുപോലെ തന്നെ ഫലസ്തീന്, പിന്നെ ജോർദാന്, ലബ്നാൻ തുടങ്ങിയ ആ പ്രദേശങ്ങൾ വളരെ സമൃദ്ധമായ അഭിവൃദ്ധിയുള്ള സ്ഥലം. ആ പ്രദേശങ്ങൾക്ക് പറയുന്ന പേരാണ് ഷാം എന്ന്. ആ ഷാമിലേക്കാണ് ഇവരെ കൊണ്ടുപോകുന്നത്. എവിടെന്നാ? ഇറാഖിൽ നിന്ന് ഇങ്ങോട്ട് മാറി. എന്നിട്ടോ വവഹബ്നാ ലഹു ഇസ്ഹാഖ വയഅഖൂബ നാഫില വകുല്ലൻ ജഅൽനാ സ്വാലിഹീൻ. അഗ്നിയിലിട്ട് കരിച്ചു കളയാമെന്ന് വിചാരിച്ചിരുന്ന ഈ ആളുകളുടെ വിചാരത്തെ മാറ്റിക്കൊണ്ട് റഹ്മാന റബ്ബ് ഈ പ്രവാചകനെ രക്ഷപ്പെടുത്തുകയാണ്. പുതിയ സ്ഥലത്തേക്ക് കൊണ്ടുപോയി എന്നുള്ള ഒരു അനുഗ്രഹമാണ്. പുതിയ സ്ഥലത്തേക്ക് എങ്ങനെയുള്ള നാടാ? നല്ല അനുഗ്രഹീതമായ നാട്. ബാബിലോണിയയിൽ എന്നും ഇദ്ദേഹത്തിന് മർദ്ദനമാണ്, പരിഹാസമാണ്, പീഡനമാണ്. ആ നാട്ടിൽ നിന്ന് അനുഗ്രഹീതമായൊരു നാട്ടിലേക്ക് കൊണ്ടുപോയി. അനുഗ്രഹീതം എന്ന് പറയാൻ കാരണം രണ്ട് തരത്തിലും അനുഗ്രഹീതമാണ് ആ നാട്. എന്താ അത്? ഒന്ന്, ഭൗതികമായിട്ട് അവിടെ നല്ല ഭക്ഷ്യവിഭവങ്ങളുണ്ട്, നല്ല പച്ചപ്പുണ്ട്, കാർഷിക അഭിവൃദ്ധിയുണ്ട്, നല്ല നാടാ, പച്ചപ്പുള്ള നാട്. അതിനെ സംബന്ധിച്ച് ബൈബിളിലൊക്കെ വലിയ പരാമർശങ്ങൾ കാണാം, തൽമൂദിലൊക്കെ കാണാൻ കഴിയും. മനോഹരമായ പൂന്തോപ്പ് എന്ന് പറയുന്നു, നിരന്തരമായി നീണ്ടുകിടക്കുന്ന പൂന്തോട്ടം പോലെ. ഏതൊരു മനുഷ്യനും അവിടെ ജീവിക്കാൻ കൊതിക്കുന്ന ഒരു നാട്, പച്ചപ്പുതച്ച നാട് എന്നൊക്കെ അതിനെ സംബന്ധിച്ച് പരാമർശമുണ്ട്. അങ്ങനെയാണ് ഒന്ന്, അതിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. ഒന്ന് ഭൗതികമായ അനുഗ്രഹമാണ്. രണ്ടാമത്തത് ആ നാടിൻ്റെ പ്രത്യേകത. സിറിയ, ലബ്നോൻ, ജോർദാൻ, അതുപോലെ തന്നെ ഫലസ്തീൻ തുടങ്ങിയ ആ പ്രദേശങ്ങളുടെ നാടിൻ്റെ പ്രത്യേകത, എത്രയോ പ്രവാചകന്മാർ വന്ന നാടാണ്. ധാരാളം പ്രവാചകന്മാർ, തൗറാത്തും ഇഞ്ചീലുമൊക്കെ അവതരിക്കപ്പെട്ട നാടാണത്. അങ്ങനെയുള്ള ബർക്കത്തുണ്ട്. ഇങ്ങനെയുള്ളൊരു നാട്ടിലേക്ക് ബാറക്ന, നാം അനുഗ്രഹിച്ചൊരു നാട്ടിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയി. എന്നിട്ട് രണ്ടാമത് അദ്ദേഹത്തിന് കൊടുത്ത അനുഗ്രഹം കൂടി പറയാണ്. വവഹബ്നാ ലഹു ഇസ്ഹാഖ വയഅഖൂബ നാഫില. ഇറാഖിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അദ്ദേഹത്തിന് കുട്ടികളില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ ലൂത്ത് ഉണ്ട്, അദ്ദേഹം സഹോദരപുത്രനാണ്. ഭാര്യ സാറയും ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്, പക്ഷേ മക്കളില്ല. അപ്പോൾ ഇദ്ദേഹം ഒരു കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. റബ്ബി ഹബ്ലി മിനസ്വാലിഹീൻ, റബ്ബി ഹബ്ലി മിനസ്വാലിഹീൻ, സ്വാലിഹായ സന്താനത്തെ നൽകണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് ഇവിടെ പറയുന്നത് ഇസ്ഹാഖിനെ സംബന്ധിച്ചും യാക്കൂബിനെ സംബന്ധിച്ചുമാണ്. പക്ഷെ അതിന് മുന്നേ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമെ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ഇവിടെ അത് പരാമർശിക്കുന്നില്ല, വേറെ സ്ഥലങ്ങളിൽ പറയും. ഖുർആൻ്റെ ഒരു പ്രത്യേകത, ഇപ്പോൾ ചില ആളുകളൊക്കെ ഭയങ്കര തെറ്റിദ്ധാരണയിലുണ്ടാവും. ഇതെന്താ ഇസ്ഹാഖിനെ പറ്റിയാണല്ലോ ഇവിടെ പറഞ്ഞത്, ഇസ്മായിലല്ലേ ആദ്യത്തെ ഇസ്മായിലാണ്, പക്ഷെ ഇവിടെ അത് പറഞ്ഞിട്ടില്ല. വേറെ സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്, വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരൊറ്റ സ്ഥലത്ത് ഒരാളെ പരാമർശിക്കുന്ന കാര്യം മാത്രം എടുത്താൽ ഒന്നും നമുക്ക് പൂർണ്ണമായി കിട്ടൂല. ഒരു കാര്യത്തെ സംബന്ധിച്ച് സമ്പൂർണ്ണമായ ഒരു വിവരം അല്ലെങ്കിൽ ഏകദേശം നല്ലൊരു വിവരണം നമുക്ക് കിട്ടണമെങ്കിൽ എവിടേക്കാണ് അതിനെ സംബന്ധിച്ച് പറഞ്ഞത് എന്നുള്ള ധാരണ നമുക്കുണ്ടാവണം. ആ ധാരണ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമാണ് ആദ്യമായിട്ട് അള്ളാഹു നൽകുന്നത്. ഇസ്മായിലിനെ ഇദ്ദേഹത്തിന് കൊടുക്കുന്നത് ഹാജറിൽ നിന്നാണ്. ഹാജറിനെ ഇദ്ദേഹത്തിന് കൂടെ ഇങ്ങോട്ട് വരുമ്പോൾ ഹാജറില്ല. ഈജിപ്തിൽ നിന്നാണ് ഹാജറിനെ ലഭിച്ചത് എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും.
ഈജിപ്തിൽ നിന്നാണ് ഹാജറിന് ലഭിച്ചത്. അങ്ങനെ ഹാജറിലാണ് ആദ്യത്തെ സന്താനം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഉണ്ടാകുന്നത്. അത് അദ്ദേഹത്തിന് 86-ാമത്തെ വയസ്സിലാണ് എന്നുകൂടെ ചില ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ പറയുന്നത് ഇദ്ദേഹത്തിന് വീണ്ടും ഇതാ പുത്രൻ നൽകി. ഏതാത്? ഇസ്ഹാഖ്. യഅഖൂബ് എന്നുകൂടി പറഞ്ഞു. യഅഖൂബ് ഇബ്രാഹിം നബിയുടെ മകനല്ല, ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകനാണ്, മകൻ്റെ മകനാണ്. പക്ഷെ ഇവിടെ കൂട്ടി പറയാം നാഫിലത്തല്ലക്. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന എന്തായിരുന്നു? റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, പടച്ചറബേ സ്വാലിഹായ പുത്രനെ എനിക്ക് നൽകണം. ആ സ്വാലിഹായ പുത്രനെ നൽകാൻ വേണ്ടിയിട്ട് അള്ളാഹു ധാരാളം കൊടുക്കുകയാണ്. ഒന്നല്ല, നിരവധി പുത്രന്മാരെ. അതാണ് ഒന്ന് പറഞ്ഞത്, വഹബ്നാ ലഹു ഇസ്ഹാഖ വയഅഖൂബ നാഫിലത്തൻ. നാഫിലത്ത് എന്ന് പറഞ്ഞാൽ അധികമായിട്ട്. നമ്മൾ നഫിൽ എന്ന് പറഞ്ഞാൽ അധികം നമസ്കരിക്കുക, ഫർളിന് പുറമേ ഉള്ളത് നഫിൽ എന്ന് പറയും. നവാഫിൽ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ, അധികമായി ചെയ്യുന്നതാണ്. നാഫിലത്തൻ എന്ന് പറഞ്ഞാൽ അധികമായിട്ടുള്ളത്. ഇസ്ഹാഖിനെ നൽകി വയഅഖൂബ നാഫില, അധികമായിട്ട് യാക്കൂബിനെയും. എന്നിട്ട് പറയാണ് വകുല്ലൻ ജഅൽനാ സ്വാലിഹീൻ, എല്ലാവരെയും നാം സ്വാലിഹുകളാക്കി, എല്ലാവരെയും സ്വാലിഹുകളാക്കി. ഒരാളെ സ്വാലിഹായ ഒരു മകനെ കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ സ്വാലിഹീങ്ങളായ ഒരു ഭാഗം, ഒരു പട തന്നെ നൽകി. കുറേ ആളുകളുണ്ട് അദ്ദേഹത്തിൻ്റെ സന്തതി പരമ്പരകളിൽ, ധാരാളം പ്രവാചകന്മാർ, ഒക്കെ സ്വാലിഹികൾ എന്ന് മാത്രമല്ല, അവരെ സംബന്ധിച്ച് വീണ്ടും പറയുന്നു വജഅൽനാഹും അഇമ്മതൻ യഹ്ദൂന ബിഅംരിനാ വഔഹൈനാ ഇലൈഹിം ഫിഅലൽ ഖൈറാതി വഇഖാമസ് സ്വലാത്തി വഈതാഅസ് സകാത്ത് വകാനൂ ലനാ ആബിദീൻ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമെ എങ്ങനെയൊക്കെയാണ് അനുഗ്രഹിച്ചതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ നല്ലൊരു നാട്ടിലേക്ക് എത്തിച്ചു. ആദ്യം പറഞ്ഞു അദ്ദേഹത്തിന് ഇതാ നല്ല സച്ചരിതരായ സന്തതികളെ നൽകി. ആ സന്തതികൾ ആരാ നോക്കൂ, ഒന്നുകൂടി പറയാണ് വജഅൽനാഹും, നാം അവരെ ആക്കി, അഇമ്മതൻ, ഇമാം എന്നുള്ള വാക്കിൻ്റെ ജംആണ് അഇമ്മ, നേതാക്കളാക്കുക. മക്കളുണ്ടാവും, പക്ഷേ ഓരോ സന്തതി, ഇബ്രാഹിമിൻ്റെ ഓരോ മക്കളും എന്തായിരുന്നു? ഇമാമാണ്, പ്രവാചകന്മാരാവുകയാണ്. എന്തിൻ്റെ ഇമാമ? നന്മയുടെ, സൽക്കർമ്മത്തിൻ്റെ, സന്മാർഗത്തിൻ്റെ നേതാക്കളാവുക. അഇമ്മതൻ യഹ്ദൂന ബി അംരിന, നമ്മുടെ കൽപ്പനയനുസരിച്ച്. അള്ളാഹു പറയാണ് നമ്മുടെ കൽപ്പനയനുസരിച്ച് സന്മാർഗദർശനം ചെയ്യുന്ന നേതാക്കൾ. വ ഔഹൈന ഇലൈഹിം, അവർക്കൊക്കെയും നാം വഹി നൽകി, ബോധനം നൽകി. ഫിഅലൽ ഖൈറാത്തി വ ഇഖാമിസ് സ്വലാത്ത വ ഈതാഇസ് സകാത്ത്. എന്തൊക്കെയാണ് പറഞ്ഞത്? ഒന്ന്, ഫിഅലൽ ഖൈറാത്ത്, നന്മ ചെയ്യണമെന്ന് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന അമ്പിയാക്കൾ. ഇബ്രാഹിം നബിക്ക് നൽകിയ അനുഗ്രഹം പറയാണ്. അദ്ദേഹത്തിന് സന്തതികളെ നൽകി. ആ സന്തതികൾ ആരാ? അഇമ്മതൻ യഹ്ദൂന ബി അംരിന, നമ്മുടെ കൽപ്പനയനുസരിച്ച് ആളുകളെ നന്മ കൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ആളുകൾക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കുന്ന നേതാക്കളാക്കി. മാത്രമല്ല വ ഔഹൈന ഇലൈഹിം, അവർക്കൊക്കെ നാം വഹി നൽകി. അള്ളാഹു പ്രവാചകത്വം നൽകിയിട്ട് അവരോട് കൽപ്പിച്ചത് എന്താ? ഫിഅലൽ ഖൈറാത്ത്, നന്മകൾ പ്രചരിപ്പിക്കുക. ഫിഅൽ എന്ന് പറഞ്ഞാൽ ചെയ്യുക, പ്രവൃത്തി. ഫിഅലൽ ഖൈറാത്ത്, നന്മകളുടെ പ്രവൃത്തി. വ ഇഖാമസ് സ്വലാത്ത്, നമസ്കാരം നിലനിർത്തുക. വ ഈതാഅസ് സകാത്ത്, അതുപോലെ സകാത്ത് നൽകുക. രണ്ട് കാര്യങ്ങൾ നോക്കുക, നമുക്ക് പരിചയമുള്ള. ഫിഅലൽ ഖൈർ എന്ന എല്ലാ തരത്തിൽപ്പെട്ട നന്മകളുണ്ട്, സുഹൃതങ്ങളാണ്, ധാരാളമായിട്ട് നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുക. രണ്ട് ആരാധനാകർമ്മങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞു. ഒന്ന് നമസ്കാരമാണ്. എല്ലാ അമ്പിയാക്കളും തങ്ങളുടെ ജനതയോട് കൽപ്പിച്ച ഏറ്റവും പ്രഥമമായ ആരാധനാകർമ്മം ഏതാണെന്ന് വെച്ചാൽ നമസ്കാരമാണ്. അത് ഇന്ന് നമ്മൾക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ 5 നേരമുള്ള നമ്മൾ കാണുന്ന രൂപത്തിൽ നമസ്കാരം ആയിക്കൊള്ളുന്നില്ല. നമ്മളിപ്പോൾ നിർവഹിച്ചു കൊണ്ടിരിക്കുക ഇത്ര റക്അത്ത് ഇതേ രൂപത്തിലുള്ളതായിക്കൊള്ളുന്നില്ല, വ്യത്യാസം ഉണ്ടാവാം. പക്ഷേ നമസ്കാരമുണ്ട്. ഒരു മനുഷ്യനെ റബ്ബുമായിട്ട്, തൻ്റെ സ്രഷ്ടാവുമായിട്ട് ബന്ധിപ്പിച്ച് നിർത്തുന്ന അടിസ്ഥാനപരമായ ഒരു കാര്യം, ഞാൻ എൻ്റെ റബ്ബിൻ്റേതാണ് നിരന്തരമായിട്ട് ബോധിപ്പിക്കുന്ന ഒരു കർമ്മമാണ് നമസ്കാരം, അസ്വലാത്ത്. അതുപോലെ ഈതാ അസ് സകാത്ത്, സകാത്ത് നൽകുക. സകാത്ത് എന്ന് പറയുന്നത് സമ്പത്തുമായി ബന്ധപ്പെട്ടതാണ്. തങ്ങൾക്ക് ലഭ്യമായ അള്ളാഹു നൽകിയ സമ്പത്തിൻ്റെ നിശ്ചിതമായ വിഹിതം തങ്ങളുടെ ചുറ്റിലുമുള്ള ആളുകൾക്ക് ഉള്ള അവകാശമായിട്ട് എടുത്തു
എടുത്തു നൽകുക. ഇത് രണ്ടും കൽപ്പിച്ചുകൊണ്ട് ഇവരൊക്കെ പ്രവാചകന്മാരാക്കി. വക്കാനു ലന ആബിദീൻ, ഇബ്രാഹിം നബിക്ക് നൽകിയ അനുഗ്രഹം എടുത്തു പറയുക. ഇവരില്ലാതെയാക്കാൻ വേണ്ടിയിട്ട് ചുട്ടുകരിച്ച് കൊന്ന് ഇല്ലാതെയാക്കാൻ വേണ്ടി ശ്രമിച്ച ഇബ്രാഹിം നബി അള്ളാഹു രക്ഷിച്ചിട്ട് അദ്ദേഹത്തിന് കൊടുത്ത അനുഗ്രഹങ്ങൾ എടുത്തു പറയുക. നല്ലൊരു നാട്ടിൽ കൊണ്ടുപോയി ധാരാളം സന്തതികൾ, സൽസന്താനങ്ങളെ നൽകി. ആ സൽസന്താനങ്ങളൊക്കെയും ജനങ്ങൾക്ക്, മാലോകരോട് നന്മ കൽപ്പിക്കുന്നവരാണ്. അതുപോലെ തന്നെ ഇഖാമസ് സ്വലാത്തി വ ഈതാ അസ്സകാത്ത്, നമസ്കാരം നിലനിർത്തുന്നവരും സക്കാത്ത് നൽകുന്നവരുമാണ്. വക്കാനു ലന ആബിദീൻ, ഇവരെല്ലാം ലന നമുക്ക്, ആബിദീൻ വഴിപ്പെട്ട് ജീവിക്കുന്നവരാണ്, പടച്ചറബിന് വഴിപ്പെടുന്നവരാണ്. വക്കാനു ലന ആബിദീൻ എന്നുകൂടി പറഞ്ഞു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇദ്ദേഹത്തെ ഇല്ലാതെയാക്കാൻ വേണ്ടി ശ്രമിച്ചൊരു വിഭാഗം ഉണ്ടല്ലോ, നമ്രൂദ് എന്ന് അദ്ദേഹത്തെ പറ്റി പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹവും അതുപോലെ തന്നെ അവിടുത്തെ പുരോഹിത വർഗമൊക്കെ ഉണ്ട് ഇറാഖിലുള്ള. അവർ ചരിത്രത്തിൽ പരാമർശിക്കപ്പെടുന്നില്ല, അവർ എല്ലാം കഴിഞ്ഞുപോയി. പക്ഷേ ഇവിടെ ഇതാ അവരില്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിച്ച പ്രവാചകൻ ഇബ്രാഹീമും അദ്ദേഹത്തിൻ്റെ സന്തതികളും തലമുറകളോളം എല്ലാ കാലത്തേക്കും അനുസ്മരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതാണ് അതിൻ്റെ സവിശേഷത. എന്നിട്ട് പറയുന്നു, വലൂതൻ ആതൈനാഹു ഹുക്മൻ വഇൽമാ വനജ്ജൈനാഹു മിനൽ ഖറിയത്തില്ലതി കാനത് തഅമലുൽ ഖബായിസ് ഇന്നഹും കാനൂ ഖൗമ സൗഇൻ ഫാസിഖീൻ. ഇനി അടുത്ത പ്രവാചകനിലേക്ക് നീങ്ങുകയാണ്. ഇബ്രാഹിം നബിയെ സംബന്ധിച്ചുള്ള പരാമർശം നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇതാ അദ്ദേഹത്തിന് ആ അഗ്നിയിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞു. ഇനി ഇതാ ലൂത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം. നേരത്തെ ലൂത്തിനെ പറ്റി ഒറ്റ പരാമർശം ഇവിടെ വന്നു. ലൂത്തിനെയും നാം രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ, ലൂത്ത് ആരാന്ന് വെച്ചാൽ ഇബ്രാഹിമിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ബാബിലോണിയയിൽ നിന്ന് വരുമ്പോൾ, ഇറാഖിൽ നിന്ന് വരുമ്പോൾ. അത് ഇബ്രാഹിം നബിയുടെ സഹോദരപുത്രനും കൂടിയാണ്. പക്ഷേ രണ്ടാളും കൂടെ ഒരുമിച്ച് നിൽക്കാനല്ലോ അള്ളാഹു തീരുമാനിച്ചത്. ഇദ്ദേഹത്തിന് വേറെ ഒരു സ്ഥലത്ത് ഡ്യൂട്ടി നിശ്ചയിച്ചു, പ്രവാചകനായിട്ട് തിരഞ്ഞെടുത്തു. ലൂത്തിനെ പ്രവാചകനായി തിരഞ്ഞെടുത്തിട്ട് ഒരു പ്രദേശത്ത് നിശ്ചയിച്ചു. ആ പ്രദേശത്തിൻ്റെ പേരാണ് സദോം. ട്രാൻസ് ജോർഡാൻ എന്ന് നമ്മൾ ഇന്ന് പറയുന്ന പ്രദേശമാണത്. ജോർഡാൻ്റെയും ഫലസ്തീൻ്റെയും മധ്യഭാഗത്തായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലം. ഇന്ന് നമ്മളൊക്കെ സുപരിചിതമായ ഡെഡ് സീ, ചാവുകടൽ, അൽ ബഹറുൽ മയ്യിത്ത്, ബഹറുലൂത്ത് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ചാവുകടലിൻ്റെ തെക്കേ അറ്റത്തുള്ള സ്ഥലം. മനോഹരമായ പട്ടണം സദോം. അങ്ങനെ 4-5 പട്ടണങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവിടെയുള്ള ജനതയിലേക്കാണ് ലൂത്തിനെ നിയോഗിക്കുന്നത്. നോക്കെന്താ പറയുന്നത്, വലൂതൻ ആതൈനാഹു ഹുക്മൻ വഇൽമാ. ഇതാ ലൂത്തിനും നാം അനുഗ്രഹം നൽകിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞു വരും കേട്ടോ, മൂസ, ഹാറൂൻ, ഇബ്രാഹിം ഒക്കെ പറഞ്ഞിട്ട് പറയാ ലൂത്തിനും ആതൈനാഹു, അദ്ദേഹത്തിന് നാം നൽകി, ഹുക്മൻ വഇൽമ. ഹുക്ം എന്ന് പറഞ്ഞാൽ വിധി, അതുപോലെ തന്നെ യുക്തിജ്ഞാനം എന്നൊക്കെ അതിനർത്ഥമുണ്ട്. കാര്യങ്ങൾ കൃത്യമായിട്ട് വിശദീകരിക്കുവാനുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ട് നിർദ്ധാരണം ചെയ്യാനുള്ള ഒരു കഴിവിനൊക്കെ ഹുക്കും എന്ന് പറയും, അധികാരം എന്നൊക്കെ പറയാം. അപ്പോൾ ഹുക്കും ഇദ്ദേഹത്തിന് നൽകി, ഇൽമും നൽകി. അള്ളാഹു ഇത് പറയൽ സാധാരണഗതിയിൽ ഇത് ഉദ്ദേശിക്കുന്നത് നുബൂവത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ലൂത്തിന് നാം നുബൂവത്ത് നൽകി. അവിടുന്ന് പോരുമ്പോൾ നബിയല്ല, ഇബ്രാഹിം നബിയുടെ കൂടെ വരുന്ന സമയത്ത് ഇദ്ദേഹം പ്രവാചകനല്ല. ഇവിടെ എത്തിയതിനു ശേഷം അള്ളാഹു നുബൂവത്ത് നൽകുകയാണ്. ലൂതൻ ആതൈനാഹു ഹുക്മൻ വഇൽമ, യുക്തിജ്ഞാനവും അതുപോലെ തന്നെ വിജ്ഞാനവും ഒക്കെ നൽകി. വനജ്ജൈനാഹു എന്നിട്ട് പറയുന്നത്, ബാക്കി വിശദാംശം ഒന്നും പറയുന്നത് എന്താ പറയുന്നത് നോക്ക്. വനജ്ജൈനാഹു, നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. അമ്പിയാക്കൾ അള്ളാഹു വെറുതെ വിടൂല, അവരെ രക്ഷപ്പെടുത്തും. വനജ്ജൈനാഹു, നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. മിനൽ ഖറിയ, ആ നാട്ടിൽ നിന്ന്, മിനൽ ഖറിയ, ആ നാട്ടിൽ നിന്ന്, രാഷ്ട്രത്തിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. ഏതാ നാട്? അല്ലതി കാനത് തഅമലുൽ ഖബായിസ്, അല്ലതി കാനത് തഅമലു, പ്രവർത്തിച്ചു കൊണ്ടിരുന്ന നാടാണ്. എന്താ പ്രവർത്തിച്ചത്? അൽ ഖബായിസ്. ഖബീസ എന്നുള്ള വാക്കിൻ്റെ ജംആണ് ഖബായിസ്, വൃത്തികേടുകൾ, അധർമ്മം, നീചമായ ദുഷ്കൃത്യങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന നാട്ടിൽ നിന്ന് നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. കാനത് തഅമലുൽ ഖബായിസ് ഇന്നകും കാനു ഖൗമ സൗഇൻ ഫാസിഖീൻ. ആ വിഭാഗമാവട്ടെ, അവരാവട്ടെ, കാനു, അവരായിരുന്നു, ഖൗമ സൗഇൻ, വളരെ വൃത്തികെട്ട ജനതയാണ്. സൗ എന്ന് പറഞ്ഞാൽ വൃത്തികെട്ടത്, മോശമായത്, മോശമായ ഒരു ജനതയായിരുന്നു.
ഫാസിഖീൻ, ദുർവൃത്തരായ തെമ്മാടികളായ ഒരു വിഭാഗമായിരുന്നു. ഇതാണ് പരാമർശിക്കുന്നത്. 10-23 സ്ഥലങ്ങളിൽ ഖുർആനിൽ ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് പരാമർശമുണ്ട്. ഇവിടെ പറഞ്ഞ ഈ ഒരൊറ്റ ആയത്തിൽ നിന്ന്, അല്ലെ ഇനി അടുത്ത് പറയാൻ പോകുന്ന രണ്ടാമത്തെ ഒരു 75-ാമത്തെ ആയത്തിൽ കൂടിയിട്ട് നമുക്ക് ലൂത്തിനെ പറ്റി ഒരു വിവരം കിട്ടൂല. ജസ്റ്റ് ഇത് മാത്രമേ കിട്ടുള്ളൂ. ലൂത്ത് നബി ആരാന്ന് കിട്ടൂല, എവിടെ അദ്ദേഹം ചെയ്യുന്നത്, അവരുടെ ഹബായിസ് എന്താണെന്നൊന്നും ഇവിടെ നിന്ന് കിട്ടൂല. പക്ഷേ വിശുദ്ധ ഖുർആൻ വേറെ സ്ഥലം സൂറ അൽ അറാഫിൽ, സൂറത്ത് ഹൂദിൽ ഒക്കെ ഇവിടെ പരാമർശിക്കും. നേരത്തെ പരാമർശം വന്നിട്ടുണ്ട്, ഇനിയും വരാനുണ്ട്, ഷുഅറയിലൊക്കെ വരുന്നുണ്ട്. എന്തായിരുന്നു ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ നിയോഗിക്കപ്പെട്ട സ്ഥലം നമുക്കറിയാം. നേരത്തെ ട്രാൻസ് ജോർഡാൻ്റെ ഭാഗത്താണ്. ആ സ്ഥലം നമ്മൾ മാപ്പിലൂടെ കാണിക്കും. അതിൽ പിന്നെ നമുക്കറിയാവുന്നതുപോലെ ഇറാഖിൽ നിന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെ വരികയാണ്. അവർ പടിഞ്ഞാറ് ഭാഗത്തേക്ക് നീങ്ങുന്നു. എന്നിട്ട് ഫലസ്തീൻ്റെ ഭാഗത്തെത്തുന്നു. അവിടെ ഷാമിൽ ആണ് ആദ്യം. ഇവിടെ ഷാം എന്ന് പറയുന്ന ഫലസ്തീൻ, ജോർഡാൻ, ലുബ്നാൻ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഉൾപ്പെടുന്ന ആ ഭാഗത്താണ് ഇവർ താമസിക്കുന്നത്. അതിനുശേഷം ഇദ്ദേഹത്തെ പ്രത്യേകമായ ഒരു നാട്ടിലേക്ക് നിയോഗിച്ചു. അതിനുള്ളിലുള്ള സ്ഥലമാണ് സദോം എന്ന് പറയുന്ന പ്രദേശം, ട്രാൻസ് ജോർഡാൻ എന്ന് ഇന്നറിയപ്പെടുന്ന പ്രദേശം. അവിടെ കാണാൻ പറ്റും. അതിന് മുമ്പ് ഫലസ്തീനിൻ്റെയും ജോർഡാൻ്റെ ഇടയിൽ ചെറിയൊരു കടൽ കാണാം, ബ്ലോക്കായിട്ട് ഒരു ചെറിയ അവിടെ ഇത് ആയി കാണാം. അതാണ് ചാവുകടൽ, ഡെഡ് സീ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സാധാരണ കടലുകളിൽ നിന്നും വ്യത്യസ്തമാണത്. വളരെ കൂടുതലായിട്ട് സാലിനിറ്റി ഉള്ളതുകൊണ്ട് ഒന്നും തന്നെ താഴ്ന്നു പോവാതെ പൊങ്ങിക്കിടക്കും അതിൻ്റെ മുകളിൽ. ചാവുകടൽ, ആ ചാവുകടലിൻ്റെ തെക്കേ ഭാഗത്ത് നാഗരികതയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒട്ടേറെ ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എത്രയോ ജനവാസമുള്ള സ്ഥലങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവുകൾ ലഭ്യമാണ്. ആ പ്രദേശത്തെ സംബന്ധിച്ച് പറയുകയാണ്. ഇവിടെ ഖുർആൻ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, ലൂത്തിന് നാം ഹുക്കുമും ഇൽമും നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തെ നാം ആ നാട്ടിൽ നിന്ന് രക്ഷിച്ചു എന്ന് അവിടെ പറഞ്ഞിട്ടുള്ളൂ. എന്താ നാടിന് സംഭവിച്ചത്? എന്തായിരുന്നു അവരുടെ പ്രശ്നം? ലൂത്ത് നബി എന്താണ് അവരോട് പറഞ്ഞത്? ആ നാട് ഹോമോസെക്ഷുവാലിറ്റി, സ്വവർഗരതിയിൽ അഭിരമിച്ച നാടാ. ഖുർആൻ അവരെ സംബന്ധിച്ച് പറയുന്നത് ഇവർക്ക് മുമ്പ്, അതാണ് അങ്ങനെ തന്നെ പറയും, നിങ്ങൾക്ക് മുമ്പ് ഇതുവരെ ആരും ചെയ്തിട്ടില്ലാത്ത ഈ വൃത്തികേട് നിങ്ങൾ ചെയ്യുകയാണല്ലോ. ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ വ്യാപകമായിട്ട് അതിന് പ്രചാരം ലഭിക്കുക. നമ്മുടെ കാലത്ത് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ വലിയ രൂപത്തിൽ LGBT എന്ന് പറയുന്നൊരു വിഭാഗം, അല്ലേ, ലെസ്ബിയനും ഗേ എന്നൊക്കെ പറഞ്ഞിട്ട് ഹോമോസെക്ഷുവാലിറ്റിയെ പ്രോത്സാഹിപ്പിക്കുന്ന വിഭാഗങ്ങൾ അവരുടെ അവകാശങ്ങളൊക്കെ വച്ചിട്ട് ഭയങ്കരമായ വിഭാഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. പല നാടുകളും സ്വവർഗ വിവാഹങ്ങൾക്ക് നിയമപ്രാബല്യം നൽകിയിട്ടുണ്ട്, നിയമവിധേയമാക്കിയിട്ടുണ്ട്. അങ്ങനെ അവരെ ആരെങ്കിലും അവഹേളിച്ചാൽ, അതിനെതിരിൽ സംസാരിച്ചാൽ ഗുരുതരമായ കുറ്റമായിട്ട് അത് മാറുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ലോകത്ത് ഈ ഒരു കർമ്മത്തെ ഒരു ലജ്ജയുമില്ലാതെ നിർലജ്ജം നടമാടിയുന്നൊരു പ്രദേശത്തെ സംബന്ധിച്ച് അവിടെ സൂചിപ്പിക്കുന്നത് സദോം, വളരെ വൃത്തികെട്ട രൂപത്തിൽ. അതിൻ്റെ വ്യത്യസ്തമായ ചിത്രങ്ങൾ ഖുർആൻ അൽ അറാഫ്, ഹൂദ് തുടങ്ങിയ സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. ഇനിയും മറ്റ് സൂറകളിലും അത് വരാനുണ്ട്. അവർ എത്രത്തോളം എന്ന് വെച്ചാൽ ആ ഒരു അർത്ഥത്തിലും ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വീട്ടിലേക്ക് വന്ന അതിഥികൾ നല്ല സുമുഖരായ സുന്ദരന്മാരായ യുവാക്കൾ, ചെറുപ്പക്കാരുടെ രൂപത്തിൽ വന്ന 3 മലക്കുകളുണ്ട്. മനുഷ്യരൂപത്തിൽ വരിക. അങ്ങനെ ഈ മലക്കുകളെ പോലും, സുന്ദരന്മാരായി വന്ന അതിഥികളെ പോലും അപമാനിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചിരുന്നു ഈ വിഭാഗം. ഖുർആൻ അതെടുത്ത് പറയുന്നുണ്ട്. ലൂത്ത് നബി ഇവരോട് ചോദിക്കുന്നുണ്ട്, എടോ നിങ്ങളുടെ കൂടെ ഒരൊറ്റ ഒരുത്തനുമില്ലേ മാന്യനായിട്ട്? അലൈസ മിൻകും റജുലുൻ റഷീദ്, ഒരു മനുഷ്യൻ പോലുമില്ലേ നിങ്ങളുടെ കൂട്ടത്തിൽ മാന്യനായിട്ടെന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്കിതാ എൻ്റെ പെൺമക്കളിതാ, നിങ്ങൾക്ക് അവരെ വിവാഹം കഴിക്കാം. അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങൾക്കതല്ലല്ലോ വേണ്ടെന്ന് നിനക്കറിയാമല്ലോ, നീ വലിയ വിശുദ്ധനായി ചമയുകയാണ്, ഞങ്ങളോട് ഇത് വേണ്ട എന്നൊക്കെ ഒരു വമ്പിച്ച പരിഹാസോട് അദ്ദേഹത്തെ പുച്ഛിച്ച് തള്ളുന്നുണ്ട്. ആ വിഭാഗത്തെ സംബന്ധിച്ച് അവിടെ പറയും. ഖുർആൻ അതിവിടെ വിട്ട് ജസ്റ്റ് 2 ആയത്തിൽ ഒതുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ വേറെ സ്ഥലത്ത് വിശദമായിട്ട് അതിന് പരാമർശം വന്നിട്ടുണ്ട്. ഇത്ര നമ്മൾ മനസ്സിലാക്കി വെക്കുക. ലോകത്താദ്യമായിട്ട് ഹോമോസെക്ഷുവാലിറ്റി വളരെ വ്യാപകമായിട്ട് ഒരു സമൂഹത്തിൽ അനുവർത്തിച്ച ഒരു വിഭാഗമാണത്. വിവാഹമെന്ന് പുരുഷന്മാർ തമ്മിലാണ് ഇണചേരുന്നത്, സ്ത്രീകൾ തമ്മിലാണ് ഇണചേരുന്നത്. അങ്ങനെയുള്ളൊരു ലക്ഷണം കെട്ട വിഭാഗത്തെ, പ്രകൃതി വിരുദ്ധമായ നടപടികൾക്ക് വിധേയമായിരുന്ന ആ വിഭാഗത്തെ അള്ളാഹു നശിപ്പിച്ചു. എങ്ങനെയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് നശിപ്പിക്കുകയല്ല. ലൂത്ത് അവരോട് പറഞ്ഞു, നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു, ഇത് അവസാനിപ്പിക്കണം. ഇവിടെ ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. ഈ പുതിയ കാലത്ത് അത് വ്യാപകമാണ്.
അതെന്താണെന്ന് ചോദിച്ചാൽ ലൈംഗികമായ സ്വാതന്ത്ര്യം അതെൻ്റെ അവകാശമാണോ? ഞാൻ ആരുമായിട്ട് ഇണചേരണമെന്ന് തീരുമാനിക്കുന്നത് എൻ്റെ സ്വാതന്ത്ര്യമാണ്. എൻ്റെ ശരീരത്തിൻ്റെ ആഗ്രഹം, എൻ്റെ ശരീരം, അതെൻ്റെ ചോയ്സാണ്. ഇതാണ് ലിബറലിസം എന്ന് പറയുന്ന രൂപത്തിൽ ഉദാരതാവാദത്തിൻ്റെ ആളുകൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ കാലത്തുണ്ട്, വ്യാപകമായിട്ട് പറയും. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ആണുങ്ങൾ തന്നെ ഒരുമിച്ച് കഴിയുകയാണ്, രണ്ട് പെണ്ണുങ്ങൾ ചേർന്ന് ഞങ്ങളിങ്ങനെ കഴിയുകയാണ്, പെണ്ണുങ്ങൾ തമ്മിൽ ആണുങ്ങൾ തമ്മിൽ വിവാഹം വേണ്ടെന്ന് വെക്കുക. പടച്ച റബ്ബ് പറയുകയാണ്, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ലൈംഗികത ഉപയോഗിക്കാനുള്ള വഴി ഏതാണ്, നിങ്ങളുടെ കാമപൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കേണ്ട വഴി ഏതാണെന്ന് പ്രപഞ്ചനാഥൻ നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന് വിരുദ്ധമായി പ്രവർത്തിക്കരുത്. എൻ്റെ ശരീരം എന്ന് പറയാൻ എനിക്ക് കഴിയുമോ? എൻ്റെ കൈ എന്ന് പറഞ്ഞാൽ എൻ്റെ കൈ ഞാൻ ഉണ്ടാക്കിയിട്ടത്. എൻ്റെ കണ്ണും എൻ്റെ കാതും എൻ്റെ മുഖവും എൻ്റെ ശരീരവും ഒക്കെ എൻ്റെതെന്ന് ഞാൻ പറയാം. പക്ഷേ ഇത് റബ്ബ് തന്നതാ പൂർണ്ണമായിട്ടും. ഇതിൻ്റെ ഒരു പ്രവർത്തനത്തെ പോലും കൃത്യമായിട്ട് രൂപപ്പെടുത്താൻ എനിക്ക് സാധിച്ചിട്ടില്ല, കഴിയില്ല. ഞാൻ എൻ്റെ നാവ് കൊണ്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എൻ്റെ റബ്ബ് എങ്ങനെ വിചാരിച്ചാൽ മിണ്ടാൻ കഴിയില്ല എനിക്ക്. നിങ്ങളെന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കാഴ്ച അങ്ങനെ തന്നെ ഇല്ലാതെയാക്കാൻ പടച്ച റബ്ബിന് കഴിയും. അള്ളാഹു തന്നതാ. അതുകൊണ്ട് എൻ്റേതെന്ന് പറയരുത്. എൻ്റെ കൈ എന്ന് ഞാൻ പറയുന്നത് പടച്ച റബ്ബ് തന്നതാണ്. അതുകൊണ്ട് ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഇതിൻ്റെ ഉപയോഗക്രമം പറയുവാൻ ഉള്ള അധികാരം ഇത് നിർമ്മിച്ച സൃഷ്ടാവായ അള്ളാഹുവിന് മാത്രമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് എൻ്റെ ശരീരം അതിൻ്റെ ഇഷ്ടം പോലെ ഞാൻ ചെയ്യും എന്ന് പറയുന്ന വാദം അന്നുണ്ടായിരുന്നു. അതിൻ്റെ ആ വാദത്തിൻ്റെ ഭാഗമായിരുന്നു ഹോമോസെക്ഷുവാലിറ്റി. അവരോട് ലൂത്ത് നബി നിരന്തരമായി പറഞ്ഞു, അള്ളാഹുവിന് കീഴ്പ്പെടേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി പറഞ്ഞു. ഈ വൃത്തികേടുകളിൽ നിങ്ങൾ വിരമിക്കണമെന്ന് അവരോട് ആവശ്യപ്പെട്ടു. സന്നദ്ധരായില്ല. ലൂത്തിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചു അവർ. ലൂത്തിൻ്റെ വീട്ടിലേക്ക് അതിഥികളായിട്ട് ഈ വിഭാഗത്തെ നശിപ്പിക്കാൻ വേണ്ടി വന്ന മലക്കുകളെ പോലും, അവർക്കറിയില്ല മലക്കുകളാണെന്ന്, സുന്ദരന്മാരായി വന്ന ചെറുപ്പക്കാരെ അതിഥികളായിട്ടൊരു വീട്ടിലേക്ക് എത്തിയ ആളുകളെ പോലും അപമാനിക്കാൻ ഇവർ പരിശ്രമിച്ചു. പടച്ചറബ് നശിപ്പിച്ചു. ആ നശിപ്പിച്ചതിൻ്റെ കാര്യം വേറെ സ്ഥലത്ത് ഖുർആൻ പറയുന്നുണ്ട്. എങ്ങനെയെന്ന് അംതർനാഹു, ഒരു മഴ, കൽമഴയാണത്. അവരുടെ മേൽ ചൂളക്ക് വെക്കപ്പെട്ട കല്ലുകൾ വർഷിച്ചു. എന്നിട്ട് മുക്തഫിക്കാൽ, അടിമേൽ മറിച്ചു കളഞ്ഞു അവരെ. ആ പ്രദേശം നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ പ്രത്യേകതകൾ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി. അവിടെ നിന്ന് രക്ഷിച്ചു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത്രേ പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹത്തെ നാം രക്ഷിച്ചു. അദ്ദേഹത്തെ രക്ഷിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് നജൈനാഹു, അദ്ദേഹത്തെ നാം രക്ഷിച്ചു, മിനൽ ഖറിയ, ആ നാട്ടിൽ നിന്ന്, അല്ലത്തി കാനത് തഅമലുൽ ഖബായിസ്, ആ വൃത്തികേടുകൾ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിച്ചു. ഇന്നഹും കാനു ഖൗമ സൗഇൻ ഫാസിഖീൻ, വളരെ വൃത്തികെട്ട ഒരു ജനതയായിരുന്നു അവർ, ധിക്കാരികളായ തെമ്മാടികളായ ജനതയായിരുന്നു എന്ന് പറയുന്നുണ്ട്. രക്ഷിച്ചത് ആരെയാ? ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെ 2 പെൺകുട്ടികളുടെ, അദ്ദേഹത്തെ പെൺമക്കൾ, അവരെയുമാണ് രക്ഷിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ആ നശിപ്പിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലായിരുന്നു. അതിനെ സംബന്ധിച്ച് ധാരാളം കഥകളുണ്ട്, ചരിത്രങ്ങളിൽ പറയുന്നുണ്ട്. ഈ ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വീട്ടിലേക്ക് അതിഥികളായി വന്ന ആളുകളെ സംബന്ധിച്ച് പുറത്ത് ആളുകൾക്ക് വിവരം കൊടുത്തത് ഈ പെണ്ണായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഏതായാലും ലൂത്ത് നബിയുടെ കീഴിലായിട്ടും അദ്ദേഹത്തിൽ അവർ വിശ്വസിച്ചിരുന്നില്ല. വിശുദ്ധ ഖുർആൻ 2 സ്ത്രീകളെ എടുത്തു പറയുന്നുണ്ട്, കാഫിറുകൾക്ക് ഉദാഹരണമായിട്ട്. അതുപോലെ തന്നെയാണ് മുഅ്മിനുകളുടെ ഉദാഹരണമായിട്ട് 2 സ്ത്രീകളെ സംബന്ധിച്ചാണ് പറയുന്നത്. കാഫിറുകളുടെ ഉദാഹരണമായിട്ട് പറയുന്നത് ലറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വംറഅത ലൂത്ത് കാനതാ തഹ്ത അബ്ദൈനി മിൻ ഇബാദിന ഫഖാനതാഹുമാ. എന്താ പറഞ്ഞത്? അള്ളാഹു കാഫിറുകളുടെ ഉദാഹരണം ഇതാ പറയുന്നു. 2 പേർ, ഒന്ന് ഇംറഅത നൂഹിൻ വംറഅത ലൂത്ത്, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യ. 2 ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യ. ഇവർക്ക് എന്താ ചെയ്തത്? കാനത്ത തഹ്ത ഇബാദി തഹ്ത അബ്ദം മിൻ തഹ്ത ഇബാദിന അബ്ദൈനി മിൻ ഇബാദിന, നമ്മുടെ അടിമകളുടെ കീഴിലായിരുന്നു ഇവർ. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സ്വന്തം അടിയാറുകളായ 2 പ്രവാചകന്മാരുടെ കീഴിലായി. പക്ഷേ ഖാനത്താഹുമ, ഇവരെ പറ്റിച്ചു, വഞ്ചിച്ചു. ഖാനത്ത, വഞ്ചിച്ചു എന്ന്. ലൂത്ത് നബിയെ വഞ്ചിച്ച അദ്ദേഹത്തിൻ്റെ പത്നിയും നശിപ്പിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക.
എന്ന് ഖുർആൻ ഇവിടെ പറഞ്ഞു, വനജ്ജൈനാഹു, അദ്ദേഹത്തെ നാം രക്ഷപ്പെടുത്തി, മിനൽ ഖറിയ, ആ നാട്ടിൽ നിന്ന്, അല്ലത്തി കാനത് തഅമലുൽ ഖബായിസ്, വൃത്തികേടുകൾ അനുവർത്തിച്ച ആ നാട്ടിൽ നിന്ന്, ഇന്നഹും കാനു ഖൗമ സൗഇൻ ഫാസിഖീൻ, തീർച്ചയായിട്ടും അവർ വൃത്തികെട്ട ഒരു ജനതയായിരുന്നു, ഫാസിഖുകളായ ജനതയായിരുന്നു. വഅദ്ഖൽനാഹു ഫീ റഹ്മതിനാ ഇന്നഹു മിനസ്സാലിഹീൻ. വഅദ്ഖൽനാഹു, നാം അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചു. 2 ആഴ്ചകളാണ് ലൂത്തിനെ സംബന്ധിച്ച് ഇവിടെ പറയുന്നത്. ഒന്ന്, അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയെന്ന്. പിന്നെ എന്താ ചെയ്തത്? അദ്ഖൽനാഹു, നാം അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചു. ഫി റഹ്മതിന, നമ്മുടെ കാരുണ്യത്തിൽ. ഇന്നഹു മിനസ്സാലിഹീൻ, തീർച്ചയായിട്ടും അദ്ദേഹം സച്ചരിതരിൽപ്പെട്ടവനാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹു ഓർഡർ കൊടുക്കുകയാണ്. ഒരു രാത്രിയുടെ അന്ത്യയാമത്തിൽ പടച്ചറബിൻ്റെ കൽപ്പന അനുസരിച്ച് ആ പ്രദേശത്തെ നശിപ്പിക്കാൻ വേണ്ടി വന്ന മലക്കുകൾ ആദ്യം ചെല്ലുന്നത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുത്താണ്. ഇബ്രാഹിം നബിയും ലൂത്തും സമകാലികനാണ്. അപ്പുറത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്താണ് ആദ്യം മലക്കുകൾ ചെല്ലുന്നത്. അതിഥികളെപ്പോലെ കണ്ടു ഇദ്ദേഹം. എന്നിട്ട് അവർക്ക് വേണ്ടി സൽക്കരിക്കാൻ വേണ്ടിയൊക്കെ നോക്കുന്നുണ്ട്. പശുക്കിടാവിനെ അറുത്ത് വെച്ച് കൊടുക്കുന്നവർ കഴിക്കുന്നില്ല. അപ്പോഴാണ് മലക്കാന്ന് പറയുന്നത്. അവരുടെ ആഗമനോദ്ദേശം പറയുന്നു, ഞങ്ങൾ ലൂത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്, സദോമിലേക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ്, അവരെ നശിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇബ്രാഹിം പറയും, എന്താ അവരെ നശിപ്പിക്കുകയോ? വാദിക്കുന്നുണ്ട് ഇവരോട്. അവിടെ ലൂത്തുണ്ടല്ലോ, അവിടെ ആരാ ഉള്ളത് ഞങ്ങൾക്കറിയാം, അവരെ നാം രക്ഷപ്പെടുത്തും, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒഴികെയെന്ന് അവിടെ പറഞ്ഞു പോകുന്നുണ്ട്. അവിടെ നിന്നാണ് ഇദ്ദേഹത്തിന് വേറൊരു കുട്ടിയുടെ സംബന്ധിച്ചുള്ള സന്തോഷ വാർത്തയൊക്കെ ഇബ്രാഹിം നബിക്ക് കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. അങ്ങനെ ആ വിഭാഗം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിച്ചു. എന്ന് മാത്രമല്ല, ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമയോട് രക്ഷപ്പെടാൻ വേണ്ടി പറയുകയാണ്. രാത്രിയുടെ അന്ത്യയാമത്തിൽ രക്ഷപ്പെട്ടു. അങ്ങനെ പ്രഭാതമായപ്പോഴാണ് ഈ ശിക്ഷ ഇറങ്ങുന്നത്. മുഴുവൻ ആളുകളും നശിപ്പിക്കപ്പെട്ടു എന്നവിടെ പറയുന്നു. ഒരു പ്രവാചകനെ പച്ചക്ക് ധിക്കരിച്ചാൽ, എല്ലാ അർത്ഥത്തിലും പ്രവാചകന്മാർ കൊണ്ടുവന്നിരിക്കുന്ന ആ ഹുജ്ജത്ത് അങ്ങോട്ട് പൂർത്തിയായാൽ, എന്ന് പറഞ്ഞാൽ അവർ കൃത്യമായിട്ട് എത്തിക്കേണ്ട വിധത്തിൽ എത്തിച്ച്, ആ ജീവിച്ച് കാണിക്കേണ്ട രൂപത്തിൽ ജീവിച്ച് കാണിച്ചിട്ട് അത് മതിയാക്കാതെ അവരെ തള്ളിപ്പറഞ്ഞാൽ പടച്ചറബ് അവരെ വെറുതെ വിടില്ല എന്നതിന് തെളിവായിട്ട് ഓരോന്ന് പറയുക. അതിൽപ്പെട്ട ഒന്നാണ് ലൂത്ത്. ഇനി വീണ്ടും പറയുന്നു, വനൂഹൻ ഇദ് നാദാ മിൻ ഖബ്ലു ഫസ്തജബ്നാ ലഹു ഫനജ്ജയ്നാഹു വഅഹ്ലഹു മിനൽ കർബിൽ അളീം. വനൂഹൻ, അടുത്ത പ്രവാചകൻ. നോക്ക്, സൂറത്തുൽ അംബിയായിൽ കുറേ അംബിയാക്കളെ പറ്റി പറയുന്നുണ്ട്. അതിൽ നേരത്തെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമെ പറ്റി പരാമർശിച്ചു, ഹാറൂനെ പറ്റി പരാമർശിച്ചു, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമെ പറ്റി പറഞ്ഞു, ലൂത്തിനെ പറ്റി പറഞ്ഞു. നൂഹ്, വനൂഹൻ, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയും നാം അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇദ് നാദാ മിൻ ഖബ്ൽ, ഇതിനൊക്കെ മുമ്പേ. കാരണം ഒരു ക്രൊണോളജിക്കൽ ഓർഡർ അനുസരിച്ചല്ല ഖുർആൻ അംബിയാക്കളെ പറ്റി പറയാം, ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ നൂഹിന് ആദ്യം പറയണം. നമ്മളിപ്പോൾ ഒരു ഹിസ്റ്ററി പറയുമ്പോൾ, ചരിത്രം പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെയൊക്കെ ചരിത്ര പുസ്തകങ്ങൾ ക്രോഡീകരിച്ചിരിക്കുന്നത് പിന്നെ കാലഗണന അനുസരിച്ചാണ്. ക്രൊണോളജിക്കൽ ഓർഡർ, കാലത്തിൻ്റെ ആദ്യകാലം BC ഇത്ര എങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോരുക ചെയ്യുക. പിന്നീട് അങ്ങനെയൊന്നുമില്ല. ഖുർആൻ സന്ദർഭത്തിന് ആവശ്യത്തിന് എടുക്കുക ചെയ്യുക. കാരണം ഖുർആൻ ചരിത്ര ഗ്രന്ഥമല്ല. നമ്മളെ ചരിത്രം പഠിപ്പിക്കുകയല്ല ഇതിലൂടെ ചെയ്യുന്നത്. നമ്മൾ പഠിക്കേണ്ട പാഠങ്ങൾ പടച്ചറബ് കാണിച്ചു തരിക. പഠിക്കേണ്ട, ഉൾക്കൊള്ളേണ്ട പാഠങ്ങളും വരാനിരിക്കുന്ന വലിയ വിപത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരു ആഹ്വാനവുമാണ് ഇതിനൊക്കെ നമുക്ക് നൽകാനുള്ളത്. അതുകൊണ്ട് ഓരോന്നെടുത്ത് പറയാം. നൂഹൻ, വനൂഹൻ ഇദ് നാദാ മിൻ ഖബ്ൽ, ഇതിനൊക്കെ മുമ്പേ തന്നെ നൂഹ് പ്രാർത്ഥിച്ച സന്ദർഭം. നാദാ എന്ന് പറഞ്ഞാൽ വിളിക്കുക, കേഴുകയാണ്. നൂഹ് നബി പ്രാർത്ഥിച്ച സന്ദർഭം, പ്രാർത്ഥന ഇവിടെ ഉദ്ധരിച്ചിട്ടില്ല, വേറെ സ്ഥലത്ത് വിശദമായിട്ട് സൂറത്ത് നൂഹ് എന്ന പേരിൽ ഒരു സൂറത്ത് തന്നെ ഉണ്ട് ഖുർആനിൽ. അതിലവിടെ പറയുന്നുണ്ട് എന്താണ് പ്രാർത്ഥന. നമുക്ക് പറയാം. നാദാ മിൻ ഖബ്ൽ, ഇതിന് മുമ്പ് അദ്ദേഹം പ്രാർത്ഥിച്ചു. ഫസ്തജബ്നാ ലഹു, അപ്പോൾ അദ്ദേഹത്തിന് നാം ഉത്തരം നൽകിയിട്ടുണ്ട്. ഫനജ്ജയ്നാഹു വഅഹ്ലഹു, കണ്ടോ ആ വാക്ക് നജ്ജയ്ന എവിടെ നിന്ന് തുടങ്ങിയിട്ടുണ്ട്? ഇബ്രാഹിം നബിയെ പറ്റി പറഞ്ഞു, ലൂത്തിനെ പറ്റി പറഞ്ഞു, ഇദ്ദേഹത്തെ നജ്ജയ്നാഹു, നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. ഫനജ്ജയ്നാഹു വഅഹ്ലഹു, അദ്ദേഹത്തിൻ്റെ കൂട്ടരെയും. നൂഹ് നബിയിൽ വിശ്വസിച്ച വളരെ കുറച്ച് ആൾക്കാരുണ്ട്, അവരെയും. മിനൽ കർബിൽ അളീം, ആ മഹാ ദുരിതത്തിൽ നിന്ന്. കർബ് എന്ന് പറഞ്ഞാൽ ദുരിതമാണ്,
ഭയങ്കരമായ പ്രയാസം. ആ വലിയ പ്രയാസത്തിൽ നിന്ന്, ദുരിതത്തിൽ നിന്ന് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെയും നാം രക്ഷപ്പെടുത്തി. നൂഹ് നബിയുടെ എന്താ അവസ്ഥ? നൂഹ് നബിയാണ് ലോക ചരിത്രത്തിൽ വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്ന അമ്പിയാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും ദീർഘകാലം പ്രബോധനം ചെയ്ത വ്യക്തി. ദീർഘകാലം. ഒരു മനുഷ്യൻ്റെ ആയുസ്സിനെ പറ്റി ആലോചിച്ച് നോക്ക്. ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നത് 950 വർഷം. ഒരു സഹസ്രാബ്ദം എന്ന് പറഞ്ഞാൽ 1000 കൊല്ലം. 1000 കൊല്ലത്തിന് 50 വർഷമേ കുറയൂ, അങ്ങനെ ഖുർആൻ പറയുന്നത്. 950 നൂറ്റാണ്ട് കാലം മനുഷ്യരെ പ്രബോധനം ചെയ്തൊരു മനുഷ്യൻ. ആലോചിച്ച് നോക്ക്. എന്താ ദഅവത്ത് നടത്തുന്നത്? ഏകനായ അള്ളാഹുവിലേക്ക് തൗഹീദ് പറയുകയാണ്. മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ച് പറയുകയാണ്. തൻ്റെ പ്രവാചകത്വത്തെ സംബന്ധിച്ച് അവർ ബോധിപ്പിക്കുകയാണ്. പക്ഷേ തള്ളിക്കളഞ്ഞു വരും നിരന്തരമായിട്ട്. നൂഹ് നബിയുടെ പ്രബോധനത്തെ സംബന്ധിച്ച് ഖുർആൻ പരിചയപ്പെടുന്നുണ്ട്. ദഅഉതു ഖൗമി ലൈലൻ വനഹാറ. രാവും പകലും പടച്ചറബേ എൻ്റെ ജനതയെ ഞാൻ പ്രബോധനം ചെയ്തിട്ടുണ്ട്. അസ്റർതു ലഹും ഇസ്റാറ. അവർക്ക് പരസ്യമായിട്ട് ഞാൻ പ്രബോധനം ചെയ്തിട്ടുണ്ട്, രഹസ്യമായിട്ട് പ്രബോധനം ചെയ്തിട്ടുണ്ട്. പല രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവരോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പശ്ചാത്താപം, പൊറുക്കലിനെ തേടുക, നിങ്ങൾക്ക് വലിയ സമൃദ്ധി ലഭിക്കും, അഭിവൃദ്ധി ലഭിക്കും എന്ന് അവരോട് അറിയിച്ചിട്ടുണ്ട്. തള്ളി. അവർ പൂർണ്ണമായിട്ടും ഈ നൂഹ് നബിയുടെ കാര്യങ്ങൾ അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല. ആ തള്ളിയ സമയത്ത് അദ്ദേഹം നടത്തൊരു പ്രാർത്ഥന ഖുർആൻ എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയെ സംബന്ധിച്ച് അവിടെ പറയുന്നത്, പക്ഷേ പ്രാർത്ഥന ഇവിടെ ഉദ്ധരിച്ചില്ല. എന്താ പ്രാർത്ഥന? സൂറത്ത് നൂഹിൽ അവസാനത്തെ ആയത്തുകൾ നോക്കിയാൽ കാണാൻ പറ്റൂ. വഖാല നൂഹുർ റബ്ബി ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറാ ഇന്നക ഇൻ തദർഹും യുളില്ലു ഇബാദക വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറാ റബ്ബി ഗ്ഫിർ ലീ വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വലാ തസിദിൽ ളാലിമീന ഇല്ലാ തബാറാ. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുക അവസാന ഘട്ടത്തിലാട്ടോ. ഇതിപ്പോൾ 2 ആയത്തിലാണ് നൂഹ് നബിയോട് പറഞ്ഞത്. 950 കൊല്ലം പ്രബോധനം ചെയ്ത ഒരു പ്രവാചകൻ്റെ ചരിത്രം പറയാൻ എത്ര വലിയ ഗ്രന്ഥം വേണ്ടി വരും? ഖുർആൻ ചരിത്രം പറയുന്ന ഗ്രന്ഥമല്ല, നമ്മൾ മനസ്സിലാക്കണം. പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് അതിൻ്റെ കാമ്പ് പറയുക ചെയ്യുക. അങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു, നൂഹ് നബി പ്രാർത്ഥിക്കുകയാണ്. എന്താ പറഞ്ഞ? റബ്ബി ലാ തദർ, നാഥ ഈ സത്യനിഷേധി ഒരുത്തനെയും ഈ ഭൂമുഖത്ത് ബാക്കി വെക്കരുത്. പ്രാർത്ഥിക്കുക. അവസാന കൈക്കാ പ്രാർത്ഥിക്കുന്നത്. ലാ തദർ അലൽ അർദി മിനൽ കാഫിരീന ദയ്യാറ ഇന്നക ഇൻ തദർഹും യുളില്ലു ഇബാദക വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറ. ഇവരെങ്ങാനും നീ വിട്ടേച്ചാൽ ഇനിയും അവർ നിൻ്റെ ദാസന്മാരെ പിഴപ്പിക്കുക ചെയ്യുക എന്ന് മാത്രമല്ല, തെമ്മാടികൾക്കും നിഷേധികൾക്കുമല്ലാതെ അവർ ജന്മം നൽകുകയില്ല എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥന അള്ളാഹു കേട്ടു. ആ കേട്ട പ്രാർത്ഥനയെ സംബന്ധിച്ചാണ് നജ്ജൈനാഹു, നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി എന്ന് അള്ളാഹു പറഞ്ഞത്. അദ്ദേഹത്തെ വനൂഹൻ ഇദ് നാദാ മിൻ ഖബ്ലു ഫസ്തജബ്നാ ലഹു, അദ്ദേഹത്തിന് നാം മറുപടി നൽകി. ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. എന്താ ഉത്തരം നൽകിയത്? നമുക്കറിയാം. പ്രളയമാണ്. മുഴുവൻ ആളുകളെയും ബാധിച്ചൊരു പ്രളയം, മഹാപ്രളയം. ആ പ്രളയത്തിൽ പിന്നെ മുങ്ങി മരിക്കാതെ അവശേഷിച്ചത് നൂഹും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള വിരലിലെണ്ണാവുന്ന ഈ വിശ്വാസികളും. അദ്ദേഹത്തിൻ്റെ മകൻ അതിൽ പെട്ടിട്ടുണ്ട്. ഭാര്യ നേരത്തെ പറഞ്ഞല്ലോ, വമ്രഅത നൂഹ്, നൂഹിൻ്റെ ഭാര്യയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ അകപ്പെട്ടു പോയ പ്രളയം അദ്ദേഹത്തെ രക്ഷിച്ചു. ഫനജൈനാഹു വഅഹ്ലഹു മിനൽ കർബിൽ അളീം, ആ മഹാദുരിതത്തിൽ നിന്നും അള്ളാഹു നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. വഅഹ്ലഹു, അദ്ദേഹത്തിൻ്റെ ആളുകളെയും. വനസ്വർനാഹു മിനൽ ഖൗമിൽ ലദീന കദ്ദബൂ ബിആയാതിനാ ഇന്നഹും കാനൂ ഖൗമ സൗഇൻ ഫഅഗ്റഖ്നാഹും അജ്മഈൻ. വനസ്വർനാഹു, നാം അദ്ദേഹത്തെ സഹായിച്ചു. മിനൽ ഖൗം, ഏത് വിഭാഗത്തിൽ നിന്നാ? ആ ഖൗമിൽ നിന്ന്. ഏതാ ആ ഖൗമ്? അല്ലദീന കദ്ദബൂ ബിആയാതിനാ, നമ്മുടെ ആയത്തുകളെ, ദൃഷ്ടാന്തങ്ങളെ പച്ചക്ക് തള്ളിക്കളഞ്ഞ, നിഷേധിച്ച് കളഞ്ഞ ആ വിഭാഗത്തിൽ നിന്നും നാം അദ്ദേഹത്തെ സഹായിച്ചു.
ഇന്നഹും കാനു, തീർച്ചയായിട്ടും അവരായിരുന്നു, ഖൗമ സൗഇൻ, വളരെ വൃത്തികെട്ട ഒരു ജനതയായിരുന്നു. ഫഅഗ്റഖ്നാഹും അജ്മഈൻ, അതുകൊണ്ട് അവരെ മുഴുവൻ ആളുകളെയും നാം മുക്കിക്കൊന്നു പ്രളയത്തിൽ. നൂഹ് നബിയുടെ മകൻ പറയുന്നുണ്ട്, നിങ്ങളെൻ്റെ കാര്യം നോക്കണ്ട, വാപ്പൻ്റെ കാര്യം നോക്കിയാൽ മതി, ഞാൻ നീന്തി രക്ഷപ്പെടാം. നൂഹ് നബി വിളിക്കുന്നു, മോനെ ഇതിലേക്ക് കയറ്, ഈ കപ്പലിലേക്ക് കയറ്. അള്ളാഹു പറയുന്നു, ഇങ്ങനെ വിളിക്കണ്ട, പിന്നാലെ കൂട്ടണ്ട, അവൻ അങ്ങനെയുള്ളതാണ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ആ വിഭാഗത്തിൽ നിന്ന് അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഒന്ന്, ഈ പ്രവാചകന്മാർക്കൊക്കെ എതിരിൽ ഇവർ നടത്തിയ നിർമ്മാർജ്ജനം, അവരെ നിർമ്മാർജ്ജനം നടത്തിയ ശ്രമങ്ങളാണ്. ശ്രദ്ധിക്കണം, നമ്മൾ ആരെ ഇല്ലാതാക്കാൻ നോക്കിയത്? സത്യത്തിൻ്റെ പ്രവാചകന്മാരെ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ, ലൂത്ത് നബിയെ, നൂഹ് നബിയെ ഒക്കെയാണ് ഇവരില്ലാതെയാക്കാൻ നോക്കിയത്. പക്ഷേ ആരാ ഇല്ലാതെയായത്? ഈ സത്യത്തിൻ്റെ വക്താക്കളല്ല, അവരൊക്കെയും അള്ളാഹു രക്ഷപ്പെടുത്തി. ഇത് വമ്പിച്ച പാഠാ. പക്ഷേ എന്താവണം എന്നറിയാം, നമ്മൾ സത്യത്തിൻ്റെ മാർഗ്ഗം ഉറച്ചു നിൽക്കാൻ സന്നദ്ധരാവണം. അത് ലോകത്ത് അള്ളാഹു നൽകുന്ന വലിയ പാഠമാണ്. ഇന്നും നമുക്കത് കാണാൻ കഴിയും. അസത്യത്തിൻ്റെയും വൃത്തികേടിൻ്റെയും ആളുകൾ വലിയ ഒച്ചയും ബഹളമായിട്ട് മേധാവികളായി ചമയുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ ആലോചിക്കും, എന്താ പടച്ചവനെ ഇത് കാണുന്നില്ലെന്ന്. പക്ഷേ സത്യത്തിൻ്റെ വക്താക്കൾ ഉറച്ചു നിൽക്കാൻ സന്നദ്ധരാണെങ്കിൽ പടച്ചറബ് ഇവരെ വിജയിപ്പിക്കും, യാതൊരു സംശയമില്ല. പക്ഷേ കുറേ ഘട്ടങ്ങൾ കടന്നു പോവേണ്ടി വരും. നോക്കുക, നൂഹ് നബി 950 കൊല്ലം പീഡനം സഹിച്ചിട്ടല്ലേ പ്രബോധനം ചെയ്തത്. എന്ത് ജാതി ഇതായിരിക്കും എന്ന് ആലോചിച്ച് നോക്കുള്ളത്. ആരുമില്ല, വളരെ കുറഞ്ഞ ആളുകൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ഇത്ര കാലം ഒരു മനുഷ്യൻ നിരന്തരമായിട്ട് പ്രബോധനം നടത്തുക എന്ന് പറഞ്ഞാൽ, ലൂത്ത് നബി സഹിച്ച അദ്ദേഹം ചോദിച്ചു പോയിട്ടുണ്ട് ഇങ്ങനെ, എന്താ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരൊറ്റൊരുത്തനും മാന്യനായിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ചോദിക്കുവാൻ മാത്രം അദ്ദേഹം പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വമ്പിച്ച അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയല്ലേ ചെയ്തത്. അതൊക്കെ ഉണ്ടാവും, പക്ഷേ നിങ്ങൾ കരിയൂല, സത്യത്തെ ഊതിക്കെടുത്താൻ കഴിയില്ല. അതാണ് യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. അള്ളാഹു ഈ ഒരു പ്രകാശം എന്തിനാ അയച്ചെന്നറിയോ? പൂർത്തിയാക്കും. ആളുകൾ ഇതിനെ ഊതിക്കെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം. അള്ളാഹുവിൻ്റെ സത്യത്തിൻ്റെ പ്രകാശത്തെ തങ്ങളുടെ വാഗൊണ്ട് ഊതിക്കെടുത്താൻ ഇവർ പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ വല്ലാഹു മുതിമ്മു നൂരിഹി, അള്ളാഹു അവൻ്റെ പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. വലൗ കരിഹൽ കാഫിറൂൻ, കാഫിറുകൾ എത്ര തന്നെ പരിശ്രമിച്ചാലും, അവർക്ക് എത്ര വെറുപ്പാണെങ്കിലും ശരി, വിദ്വേഷം പടർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികളുണ്ട്. അന്ധകാരം ചുറ്റിലും വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട്, വർഗീയത പടർത്താൻ വേണ്ടിയൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികളുണ്ട്. പക്ഷേ നിങ്ങൾ വർഗീയത വക്താക്കളാവാത്തിടത്തോളം കാലം, നിങ്ങൾ മാനവികതയുടെ സത്യത്തിൻ്റെ വക്താക്കളായിട്ട് നിലകൊള്ളുവാൻ സന്നദ്ധരാണെങ്കിൽ സത്യത്തിനാണ് വിജയമെന്നാണ് പടച്ചറബ് ഈ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട്, ചരിത്രം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്. ഒട്ടേറെ പഠിക്കാനുണ്ട്. പടച്ചറബ് ഈ ആയത്തുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ മുഅ്മിനുകളായിട്ട്, മുത്തഖികളായിട്ട് സത്യത്തിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള കഴിവും കരുത്തും നൽകി നമ്മയൊക്കെ തുണക്കുമാറാവട്ടെ. റഹ്മാൻ റബ്ബേ, ഞങ്ങളുടെ വീഴ്ചകളും ഞങ്ങളുടെ പോരായ്മകളും തെറ്റുകളും കുറ്റങ്ങളുമെല്ലാം നിൻ്റെ കാരുണ്യം കൊണ്ട് പുറത്ത് മാപ്പാക്കി തരണമേ നാഥ. 71 മുതൽ 77 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത്. റഹ്മാൻ റബ്ബേ, ഞങ്ങളുടെ വീഴ്ചകളും ഞങ്ങളുടെ പോരായ്മകളും തെറ്റുകളും ഒക്കെ നിൻ്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ റബ്ബേ. റഹ്മാൻ റബ്ബേ, നിൻ്റെ വിശുദ്ധമായ വാക്യങ്ങൾ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കുവാൻ, അത് പഠിക്കുവാനും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാനും ഞങ്ങൾ നീ തുണക്കണമേ നാഥ. റഹ്മാൻ റബ്ബേ, വിശുദ്ധ ഖുർആനിനെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വഴികാട്ടിയായി സ്വീകരിക്കുവാൻ ഞങ്ങൾ നീ തുണക്കണമേ നാഥ. റഹ്മാൻ റബ്ബേ, ഖുർആനിനെ ഞങ്ങളുടെ കണ്ണിൻ്റെ കുളിർമയാക്കി മാറ്റിത്തരണമേ നാഥ. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വസന്തമായി ഖുർആനെ മാറ്റിത്തരണമേ നാഥ. അല്ലാഹുവേ, ഒരാളും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അനുകൂലമായി പറയാൻ വരാത്ത നേരത്ത് പരിശുദ്ധ ഖുർആനിനെ ഞങ്ങളുടെ അനുകൂലമായ സാക്ഷിയാക്കി നീ കൊണ്ടുവരണമേ റബ്ബേ. പടച്ചറബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ പലതരത്തിൽപ്പെട്ട രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്. പലരും പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റഹ്മാൻ റബ്ബേ, രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഞങ്ങളുടെ മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും ആശ്വാസം നൽകണമേ നാഥ. ആരോഗ്യവും ആയുസ്സും ഈമാനും അവർക്ക് നീ വർദ്ധിപ്പിക്കണമേ അല്ലാ. മാരകമായ രോഗങ്ങളിൽ നിന്ന്
ഞങ്ങളെ ഓരോരുത്തരെയും നീ കാത്ത് രക്ഷിക്കണമേ റബ്ബേ. പടച്ചറബേ, നീ ഞങ്ങൾക്ക് നൽകിയ ധാരാളം അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ നീ തുണക്കണമേ റബ്ബേ. പടച്ചറബേ, മാരകമായ അസുഖങ്ങളിൽ ഞങ്ങളെല്ലാവരെയും നീ കാത്ത് രക്ഷിക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, ഞങ്ങളുടെ മക്കളിൽ നിന്ന് കൺകുളിർമ പ്രദാനം ചെയ്യണമേ നാഥ. സ്വാലിഹുകളായ സന്താനങ്ങൾ നൽകി നീ അനുഗ്രഹിക്കണമേ നാഥ. അള്ളാഹുവെ റഹ്മാൻ റബ്ബേ, ദീനുൽ ഇസ്ലാമിൻ്റെ ഇസ്സത്ത് ഉയർത്തിപ്പിടിക്കുന്ന നല്ല മാതൃക കുടുംബജീവിതം നയിക്കുവാൻ നീ തുണക്കണമേ അള്ളാഹുവെ, ഞങ്ങളോട് കരുണ കാണിക്കുന്ന സത്യസന്ധരായ നീതിമാന്മാരായ നല്ല ഭരണാധികാരികൾ നൽകി അനുഗ്രഹിക്കണമേ നാഥ. അനീതിയുടെയും അഴിമതിയുടെയും അധർമ്മത്തിൻ്റെയും വക്താക്കളായ മുഴുവൻ മർദ്ദക ഭരണകൂടങ്ങളിൽ നിന്നും ഞങ്ങളുടെ എല്ലാ നാടുകളെയും നീ മോചിപ്പിക്കണമേ റബ്ബേ. പടച്ചറബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഓരോ ദിവസവും നീ ഞങ്ങളുടെ കൂട്ടത്തിൽ തിരിച്ചു വിളിച്ച ധാരാളം ആളുകളുണ്ട്. ഞങ്ങളിൽപ്പെട്ട പലരുടെയും മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, ഇണകൾ, മക്കളൊക്കെയുണ്ട്. റഹ്മാൻ റബ്ബേ, അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് കൊടുക്കണമേ നാഥ. അവരുടെ ബർസഖിയായ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കണമേ അല്ലാഹ്. ഈ ദുനിയാവിലെ അവരുടെ ജീവിതകാലത്ത് അവർ ചെയ്ത ധാരാളം നന്മകളുണ്ട്, അവർക്കൊക്കെ വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമേ നാഥ. അവരുടെ എല്ലാ തിന്മകളും ദോഷങ്ങളും നീ കാരുണ്യവാനാണ്, പുറത്ത് മാപ്പാക്കി കൊടുക്കണമേ റബ്ബേ. ഖബറിലെ അദാബുകളിൽ നിന്ന്, പരലോക ശിക്ഷയിൽ നിന്ന് അവരെയും ഞങ്ങളെ നീ കാത്ത് രക്ഷിക്കണമേ നാഥ. അവരുടെ കൂടെ സ്വർഗത്തിൽ സമ്മേളിക്കാനുള്ള മഹാഭാഗ്യം നൽകി നീ തുണക്കണമേ റബ്ബേ. പടച്ചറബേ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അതിശക്തമായ പീഡനങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളുടെ നീ വിജയം നൽകി അനുഗ്രഹിക്കണമേ നാഥ. അവർ ജനിച്ച നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളുടെ ഗസയിലെ പോരാട്ടത്തെ നീ പിന്തുണയ്ക്കണമേ നാഥ, സഹായിക്കണമേ നാഥ. അവരൊക്കെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശത്രുക്കളുടെ എല്ലാ കുതന്ത്രങ്ങളെ നീ പാഴാക്കിക്കളയണമേ റബ്ബേ. റബ്ബന ലലംന അംഫുസന وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اغفر لنا ذنوبنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم طهر قلوبنا من النفاق وأعمالنا من الرياء وألسنتنا من الكذب وأعيننا من الخيانة فإنك تعلم خائنة الأعين وما تخفي الصدور ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.